ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചെടി നടൽ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്ന മെലസ്റ്റോം ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് നടണം. അപ്പം ഞാനതിനായിട്ട് ഒരു കുഴിയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ടേ. ഞാൻ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുത്തി വെച്ചിട്ടൊന്ന് നമ്മൾ കുഴിച്ചു നോക്കി. പക്ഷേ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് പിന്നെ ഞാൻ കുത്തിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കുത്താമ്പാര ഉണ്ടല്ലോ, ഇവിടെ അതിനെ ഇങ്ങനെയാണ് കേട്ടോ പറയുക, ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ പാട്ടുകൾ വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തി ഇളക്കിയിട്ട് അപ്പോൾ വേഗം എന്താ പറയുക കുഴിയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ച് ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മെലസ്റ്റോമ വാങ്ങിച്ചത് മണ്ണുത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ വാങ്ങിക്കാൻ പോയിരുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട്. അതിനൊത്തിരി റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഒരു 100 ലൈക്കൊക്കെ ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി കമൻസ് ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് എവിടെ നിന്നാണ്, സ്ഥലം എവിടെയാണെന്നൊക്കെ അറിയാനായിരുന്നു. മണ്ണുത്തി എവിടെയാണെന്ന് അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. മണ്ണുത്തി എന്താ പറയുക ഗാർഡൻ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാമിൻ്റെയും ഗാർഡൻസിൻ്റെ ഒക്കെ റിവ്യൂസ് അടക്കം നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല നല്ല ഗാർഡൻസ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ പോയ ഗാർഡൻ ഏതാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതറിയാത്തവർക്കും മനസ്സിലാകാത്തവർക്കും വേണ്ടിയിട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ തൊണ്ടയ്ക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിൻ ആകുന്നുണ്ട്. തൊണ്ടവേദനയും പനിയൊക്കെ ഈ സീസണിൻ്റെ ആയിരിക്കാം. അപ്പം സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. നമ്മളൊന്ന് വാങ്ങിച്ച ചെടികളിൽ ഈ ഒരു മെലസ്റ്റോമും പിന്നെ ഒരു റംബുട്ടാൻ്റെ തൈയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നടാനായിട്ട്. അപ്പോൾ അത് പിന്നെ ഒരു റോസിൻ്റെ തൈയും കൂടെ ഉണ്ട്. ഇത് മൂന്നും അല്ലാത്തതെല്ലാം നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പോട്ടിലും മണ്ണിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണെന്ന് ടൈം കിട്ടിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ വേറെ 3-4 നമ്മളുടെ അരേലിയയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് നമ്മളുടെ കയ്യിലുണ്ട്. അത് കുറച്ച് നാളായിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കുഴിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3-4 പ്ലാന്റ്. അത് നമുക്ക് മണ്ണിലോട്ട് നടണം, അതല്ലെങ്കിൽ പോട്ടിൽ നടണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയൊരു പോട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ നടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മളിപ്പോൾ അരേലിയ നടാൻ പോകുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അരേലിയ അല്ല മെലസ്റ്റോമയാണ്. അവിടെ മുന്നേ ഒരു തൈ ഉണ്ടായിരുന്നതാണ് ഓൾറെഡി. അതിൻ്റെ പേര് ഞാൻ തോന്നുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് താനെ അവിടെ നിന്ന് ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ ചെടി വെക്കണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകുമല്ലോ. അപ്പോൾ അത് കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊന്ന് ഇറക്കി വെച്ച് നോക്കി നമുക്ക് എത്ര ഹൈറ്റ് വേണ്ടി വരും, ഡെപ്ത് എത്ര വേണ്ടി വരും എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ പുതുതായി വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരറിവ് മറ്റൊരാൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷം ആകാനായി. എങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ വേറൊരു സങ്കടമുള്ള കാര്യം, നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നല്ല കമൻസും വരലുണ്ട്, ബാഡായിട്ടുള്ള കമൻസും അതായത് നെഗറ്റീവ് കമൻസും വരലുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങനെ മൈൻഡാക്കലൊന്നുമില്ല, കുറച്ചൊക്കെ അങ്ങനെ വിട്ട് കളയും. അങ്ങനെ അതിലൊരു വന്ന കമൻറ്റാണ് നമ്മളുടെ ഇതൊക്കെ ഇസ്ലാമിന് നിഷിദ്ധമാണ്, അങ്ങനെയൊക്കെയുള്ളൊരു കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ഒരു കമൻറ്റ് എനിക്ക് കേട്ടപ്പം തന്നെ അത്ര ഇതൊന്നും തോന്നിയില്ലെങ്കിലും ഉള്ളിലൊരു വിഷമം തോന്നിയായിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊരു തെറ്റ് കണ്ടെത്തി നമ്മളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളത്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് ശരിയായിരിക്കാം. പക്ഷേ എനിക്കത് അത്ര ശരിയുള്ള കാര്യമാണെന്ന് തോന്നിയില്ല. അവരുടെ ചിന്തകളെ അവരത് ഉൾക്കൊണ്ട് അവരങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ഇതിന് ഇതാക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ശരിയുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾക്ക് എന്താണോ തോന്നുന്നത്, നമ്മളുടെ മനസാക്ഷിക്ക് ശരിയായിട്ട് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ചെയ്യുക. അതിപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ അങ്ങനെ പറയുന്നതല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അതൊരിക്കലും നിങ്ങളുടേതാകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന് എൻ്റെ കൂടെ വന്നവരെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് 2 പേരും കൂടെ വന്നിട്ടുണ്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരാൾ എൻ്റെ മോളാണ് കേട്ടോ, അവൾ പതിവായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകലുണ്ട്. പിന്നെ ഒരാൾ അപ്പൂസാണ് കേട്ടോ, നമ്മൾ അപ്പുറത്തെ വീട്ടിലെ മോനാണേ.
അവനാണ് എൻ്റെ മോളുടെ കൂടെ മിക്ക സമയവും ഫ്രീ ടൈമിലൊക്കെ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ കളിക്കലൊക്കെ. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ അതിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറും പിന്നെ കുറച്ച് കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ചേർത്തത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ലെവൽ ചെയ്യാനായിട്ട്. നമ്മൾ ചെടിയുടെ ആ ഒരു ബഡ് ചെയ്ത ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതായത് കടഭാഗത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത്, ആ ഒരു ഭാഗം മണ്ണ് മൂടാതെ ശ്രദ്ധിക്കണമെന്ന് നഴ്സറിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ചെടീനെ ഇപ്പോൾ. പിന്നെ ഞാൻ നിങ്ങളുടെ വിശേഷമൊന്നും ചോദിച്ചില്ലല്ലോ ഇന്നല്ലേ. വെക്കേഷനൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? മക്കളുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ട, എനിക്ക് മനസ്സിലാകും. ഓൾറെഡി നമ്മൾ എന്നത്തെയും പോലെ തന്നെ ബിസി ആയിരിക്കും, കുറച്ചുകൂടി അധികം ബിസി ആയിരിക്കും നമ്മൾ ഉമ്മമാർ. അവരുടെ പിന്നാലെ നടക്കലായിരിക്കും നമ്മളുടെ മെയിനായിട്ടുള്ള പരിപാടി. എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ തമ്മിലുള്ള തല്ല് തീർക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മെനക്കേട് പരിപാടി. ഒച്ചിട്ട് ഒരു ഇതാവൂട്ടാ. നിങ്ങളങ്ങനെയാണോ? ആണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് തല്ലണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഒച്ചയിട്ടാണ് അവരുടെ തല്ല് തീർക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ടിട്ട് അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് 2 അതിഥികൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പൂൻ്റെ അമ്മയും അപ്പൂൻ്റെ അനിയനുമാണേ. അവളുടെ പേര് ബിനിത എന്നാണ് കേട്ടോ. എൻ്റെ ചില വീഡിയോസിലൊക്കെ, ഓണത്തിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഉഷാറായിട്ടോ. ഞാനപ്പോൾ പോയി ചായയൊക്കെ വെച്ച് എല്ലാവരുമായിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോയി കട്ടൻ ചായയൊക്കെ വെച്ച് ഇപ്പോഴേക്കും 2 പേരും ഇവിടെ ഭയങ്കര വർത്താനവും കളിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തല്ലും പിടിക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു ബലൂണിന് വേണ്ടിയിട്ട് ഇടിയിടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളിതാ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ബാങ്ക് കേൾക്കണ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. സമയം പോയതേ അറിഞ്ഞില്ല. സംസാരിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നതേ അറിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ.